കുടുംബങ്ങൾ ദൈവപരിപാലനയിൽ ആശ്രയിക്കുക. വലിയ കുടുംബങ്ങൾ സഭയുടെ തന്നെ വലിയ സന്തോഷമാണെന്നും ഉയർച്ചയും വളർച്ചയും സഭയുടെ ലക്ഷ്യമാണെന്നും മാതാപിതാക്കൾ മക്കളെ ദൈവോത്മകമായി വളർത്തുക അതിന് സഹായിക്കുകയാണ് സഭ ചെയ്യുന്നതെന്നും കോതമംഗലം രൂപത അധ്യക്ഷൻ അഭിവന്ദ്യ ജോർജ് മടത്തിൽക്കണ്ടത്തിൽ പിതാവ് കോതമംഗലം രൂപത ഫാമിലി അപ്പസ്തോലറ്റിന്റെയും കോതമംഗലം രൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വലിയ കുടുംബങ്ങൾക്കായുള്ള സംഗമം ജീവ ബിഗ് ഫാമിലി മീറ്റ് 2025 ഉദ്ഘാടന വേളയിൽ സംസാരിക്കുകയായിരുന്നു അഭിവന്ദ്യ പിതാവ്. വലിയ സന്തോഷമുണ്ട്. നമ്മുടെ കുടുംബങ്ങൾ സമർത്ഥമായ കുടുംബങ്ങളാണ്, സമൃദ്ധിയുള്ള കുടുംബങ്ങളാണ്. നമ്മൾ ഈ കുടുംബങ്ങൾക്ക് പേരിട്ടിരിക്കുന്നത് ഫാമിലീസ് ഓഫ് ഡിവൈൻ പ്രോവിഡൻസ്, ദൈവപരിപാലനയിൽ മുന്നോട്ട് പോകുന്ന കുടുംബങ്ങൾ. നമ്മൾ ദൈവപരിപാലനയിൽ ആശ്രയിക്കുന്നവരാണ്. ഈശോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആകുലപ്പെടരുത്, അസ്വസ്ഥരാകരുത്. നിങ്ങളുടെ സ്വർഗീയ പിതാവിന് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ അറിയുന്നതാണ്. നിങ്ങളുടെ ആവശ്യങ്ങളിൽ കൂടെയുള്ള ദൈവമാണ്. അതുകൊണ്ട് കുട്ടികളെ സന്തോഷത്തോടുകൂടി കുടുംബങ്ങളിൽ മാതാപിതാക്കന്മാരൊപ്പം ജീവിക്കുന്നു. ഇവിടെ നിങ്ങൾ വരുമ്പോൾ ഈ വലിയ കൂട്ടായ്മ നമ്മുടെ രൂപതയുടെ തന്നെ വലിയൊരു സന്തോഷത്തിൻ്റെ അവസരമാണിത്. കൂടുതൽ കുട്ടികളുള്ള കുടുംബങ്ങൾ ഒരുമിച്ച് വരുന്നു. രൂപതയ്ക്ക് തന്നെ അഭിമാനവും സന്തോഷവും ഉണ്ട് അതിനകത്ത്. ഇവിടെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നിങ്ങളുടെ വളർച്ചയും ഉയർച്ചയും സഭയുടെയും കൂടെ ആഗ്രഹമാണ്, ലക്ഷ്യമാണ്, ഉത്തരവാദിത്വമാണ്. മാതാപിതാക്കന്മാരുടെ ഉത്തരവാദിത്വം മക്കളെ ദൈവമക്കളായിട്ട് വളർത്തുക എന്നുള്ളതാണ്. അതിന് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വൈദികരും സിസ്റ്റേഴ്സും വേദപാഠ അധ്യാപകരും സ്കൂളിലെ അധ്യാപകരും ഒക്കെ പരിശ്രമിക്കുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് നല്ല ജീവിത സാഹചര്യം ഉണ്ടാകണം, അതിനുള്ള അവസരം ഒരുക്കുകയാണ്. ഞാൻ അവിടെ നോക്കുമ്പോൾ ഞാൻ മാമോദീസ നൽകിയ പല കുട്ടികളും ഇവിടെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. കുറേ പേര് കാണും എങ്ങനെയായാലും. അപ്പം അങ്ങനെയുള്ള കുട്ടികൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വലിയ സംരക്ഷണയിൽ കഴിയുന്നവരാണ്. എല്ലാ കുട്ടികളും അങ്ങനെയാണ്. അപ്പം ദൈവത്തിൻ്റെ സംരക്ഷണയിൽ കഴിയുന്നവർക്ക് ദൈവം ഒരിക്കലും ഒരു കുറവും വരുത്തുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വരുന്നവരെ ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. പ്രത്യാശയുടെ തീർത്ഥാടകരായിട്ട് നമ്മൾ മുമ്പോട്ട് പോകണം. നമുക്ക് നിരാശപ്പെടേണ്ട കാര്യമില്ല. കാരണം പ്രത്യാശയുള്ളവർക്ക് നിരാശയുണ്ടാകില്ല. ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് പ്രത്യാശയുണ്ടാവും. അതുപോലെ ദൈവത്തിൽ വിശ്വസിക്കുകയും പ്രത്യാശയുള്ളവർക്ക് സ്നേഹത്തോടെ ജീവിക്കുവാൻ സാധിക്കും. നമുക്കറിയാം, അത് നമ്മുടെ ദൈവിക പുണ്യങ്ങൾ വിശ്വാസം, ശരണം, ഉപവി എന്ന് പറയുന്നത്. വിശ്വാസത്തോടെ ജീവിക്കുന്നവർക്ക് പ്രതീക്ഷയുണ്ട്, പ്രതീക്ഷയോടെ ജീവിക്കുന്നവർക്ക് സ്നേഹത്തോടെ ജീവിക്കാൻ സാധിക്കും. മൂവാറ്റുപുഴ നെസ്റ്റിൽ രാവിലെ തുടങ്ങിയ സംഗമത്തിൽ ഫാമിലി അപ്പസ്തോലിറ്റ് രൂപത ഡയറക്ടർ റവറന്റ് ഫാദർ ആന്റണി പുത്തൻകുളം വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി തുടങ്ങിയ ശുശ്രൂഷകൾക്ക് ബ്രദർ എൽവിൻസ് കോട്ടൂരാന്റെ നേതൃത്വത്തിലുള്ള ടീം കുട്ടികൾക്കും മാതാപിതാക്കൾക്കുമായി ഒരുക്കിയ പ്രത്യേക ക്ലാസുകളും ശുശ്രൂഷകളും നടന്നു. ഉച്ചകഴിഞ്ഞുള്ള സമാപന സമ്മേളനത്തിൽ കോതമംഗലം രൂപത വികാരി ജനറൽ മോൺസിനാൽ പയസ് മലയക്കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. കോതമംഗലം രൂപത സോഷ്യൽ സർവീസ് വിഭാഗം ഡയറക്ടർ റവറന്റ് ഫാദർ ജോസഫ് കൊച്ചുപറമ്പിൽ സ്വാഗതം ആശംസിക്കുകയും ചെയ്തു. കോതമംഗലം രൂപത സോഷ്യൽ സർവീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ പൗലോസ് നെടുംതണ്ടത്തിൽ നന്ദി അറിയിക്കുകയും ചെയ്തു. സിറോ മലബാർ സഭയുടെ പ്രോ ലൈഫ് അപ്പസ്തോലേറ്റ് ഗ്ലോബൽ സെക്രട്ടറി ജോയ്സ് മുക്കടം നടത്തിയ ജാലവിദ്യ സന്ദേശം ഏറെ ശ്രദ്ധ ആകർഷിച്ചു. യോഗത്തിന്റെ സമാപനത്തിൽ വലിയ കുടുംബങ്ങളെ പ്രത്യേക പുരസ്കാരങ്ങൾ നൽകി ആദരിക്കുകയും ചെയ്തു. തുടർന്ന് കോതമംഗലം രൂപത ലഹരിവിരുദ്ധ ക്യാമ്പയിനായ സജീവം ലഹരിവിരുദ്ധ പ്രൊജക്ടിന്റെ നേതൃത്വത്തിൽ നടന്ന ഷോർട്ട് ഫിലിം അവാർഡ് ജേതാക്കളെ ആദരിക്കുകയും അവാർഡ് വിതരണം നടത്തുകയും ചെയ്തു.